മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ഈ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളാണ് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ബേസിക്കായ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, വാക്യൂം ട്യൂബ് ടു നാനോ ഇലക്ട്രോണിക്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റൻസ് ആൻഡ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നോട്ട് റിക്വയർഡ്, ടൈപ്പ് സ്പെസിഫിക്കേഷൻ, സ്റ്റാൻഡേർഡ് വാല്യൂ, കളർ കോഡിംഗ്, PN junction diode, principle of operation, VI character, principle of avalanche breakdown, bipolar junction transistor, PNP, NPN structures, principle of operation, relation between current gain in CE and CB and CC input and output characteristic, common emitter configuration, common base, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഇലക്ട്രോണിക്സ്? ചേട്ടനെ നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചേട്ടനെ നമുക്കിപ്പോൾ പറയാം. അയ്യോ എൻ്റെ ഈശ്വരന്മാരെ, ഇറ്റ്സ് എ ബേസിക് ഓഫ് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the flow of electrons and their effects in material such as vacuum and gas and semiconductors. A field of science and engineering which deals with electron devices and their utilization. അടുത്ത കളി. Electron device means a device in which conduction takes place by the movement of electrons. ഈ ഇലക്ട്രോൺ ഡിവൈസ് ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇനി അടുത്ത വേർഡ് ഇലക്ട്രോണിക്സ് ഡിറൈവ്ഡ് ഫ്രം ഇലക്ട്രോൺ മെഷീൻസ്, വിച്ച് മീൻസ് സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആൻ ഇലക്ട്രോൺ അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്, എക്സ്റ്റേണലി അപ്ലൈഡ് ഫീൽഡ്സ്. എൻ്റെ അമ്മോ, തോമസ് ആൽവ എഡിസൺ 1883 discovered that electrons will flow from one metal conductor to another through a vacuum Edison effect. അയ്യോ, അടുത്ത അയാളുടെ ഒരു ഡയലോഗാണ്, കേട്ടോക്ക്. I have not failed, I have just found 10,000 ways that won't work. എൻ്റെ അമ്മോ, ഈ ഡയലോഗ് സൂപ്പർ. ഇദ്ദേഹം എന്തായാലും അടുത്ത് നമുക്ക് വേറൊരു ചേട്ടനെ പഠിക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് കൺസേൺ വിത്ത് ദ ഡിസൈൻ, ഫാബ്രിക്കേഷൻ, ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിവൈസസ് ആൻഡ് സിസ്റ്റംസ്. ഇറ്റ് ഈസ് ആൻ ഓപ്ഷോട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേരെ പരിചയപ്പെടാം. മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇലക്ട്രോണിക്സ് ഡീൽ വിത്ത് ലോ റേഞ്ച് VI ആൻഡ് P such as micro and milli range. എൻ്റെ അമ്മോ, അടുത്ത ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ബട്ട് possesses the capability of controlling the higher range of VI and P in the order of kilo and mega units. എൻ്റെ അമ്മോ, എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് ഞാൻ കയറി. എന്തായാലും വാക്യൂം ട്യൂബ് എന്ന് പറയുന്ന ഫസ്റ്റ് ചേട്ടനെ പരിചയപ്പെടാം. ആ ചേട്ടൻ്റെ മോനെ ട്രാൻസിസ്റ്ററിൻ്റെ മകനായ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിന്. നമുക്കൊന്ന് വാക്യൂം ട്യൂബിനെ പറ്റി ഒന്ന് പറഞ്ഞാലോ? എൻ്റെ അമ്മോ, വാക്യൂം ട്യൂബ് കണ്ടോ നിങ്ങൾ? ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ത്രൂ വാക്യൂം. എൻ്റെ അമ്മോ, വാക്യൂം ട്യൂബ് കണ്ടെയ്ൻസ് ആൻ ഇലക്ട്രോൺ എമിറ്റിംഗ് കാത്തോഡ് ആൻഡ് ആൻ ഇലക്ട്രോൺ കളക്റ്റിംഗ് ആനോഡ്. എൻ്റെ അമ്മോ, വാക്യൂം ട്യൂബ് ഈസ് ക്ലാസിഫൈഡ് based on the number of active electrodes. എൻ്റെ അമ്മോ, വാക്യൂം ഡയോഡ് 2 active elements. എൻ്റെ അമ്മോ, റെക്ടിഫിക്കേഷൻ. വാക്യൂം ട്രയോഡ് 3 active elements. ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്വിച്ചിങ് based on the addition of control grids and tetrodes and pentodes etc. can be created. എൻ്റെ അമ്മോ, വാക്യൂം ട്യൂബിൻ്റെ പാർട്സിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞാലോ? ഇതാ കണ്ട, ഗ്ലാസ് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആനോഡ്, ഹീറ്റഡ് കാത്തോഡ്. എൻ്റെ അമ്മോ, ഹീറ്റർ അകത്ത് കണ്ടല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വരച്ച് ചെയ്യുക വാക്യൂം ട്യൂബ്. ഇനി അടുത്തതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ. എൻ്റെ അമ്മോ, ഡിവൈസ് ദാറ്റ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. Transistor is a 3-layer or 3-terminal device. Emitter, base, collector. Current flow between two terminals is controlled by the third input terminal. Transistor is classified on
3 BJT ആൻഡ് FET. ഒന്ന് ബൈപോളാർ എന്ന് വെച്ചാൽ കറണ്ടും, മറ്റേത് FET എന്ന് വെച്ചാൽ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. യൂസസ് ആംപ്ലിഫിക്കേഷൻ ആൻഡ് സ്വിച്ചിങ്. നമുക്ക് നോക്കാം, നമുക്ക് ആ ആളുകളെ പഠിക്കാം. ഇതാ കണ്ട എമിറ്റർ, ഈ ജംഗ്ഷൻ ബേസ് ഇത് വരച്ച് വെക്കുക. ഇതാ എമിറ്റർ കയറുന്നു, പിന്നെ ബേസ് ഇതാ, പിന്നെ കളക്ടർ ഇപ്പുറത്ത്. അത് ഇങ്ങനെ കണ്ട, ഇങ്ങനെ കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തൊരു ചേട്ടനാണ്, നമ്മുടെ ചെറിയൊരു ചേട്ടനാണ്. ആ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു കുഞ്ഞു ചേട്ടന് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്, IC ചിപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന. എൻ്റെ അമ്മോ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഈസ് എ സെറ്റ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓൺ വൺ സ്മോൾ പ്ലേറ്റ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. എൻ്റെ അമ്മോ, അടുത്ത ഡയലോഗ്. മിനിയേച്ചറൈസേഷൻ പ്രോസസ് ലീഡ്സ് ടു ദ ഇൻവെൻഷൻ ഓഫ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. IC ചിപ്പ് കണ്ടുപിടിച്ചു. IC are classified based on the number of transistors on a chip. SSI less than 100 transistors, MSI 100 to 1000 transistors, LSI 1000 to 10,000 transistors, VLSI 10,000 to 1 million transistors, ULSI over than 1 million transistors. എൻ്റെ അമ്മോ, ഇവരുടെ കഥകളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇവരുടെ കഥകളൊക്കെ കാണാം. നമ്മുടെ കഥകളാണ്, നമ്മുടെ ആളുകളുടെ. എൻ്റെ അമ്മോ, ഇവർക്ക് ഒരുപാട് കഥകളുണ്ട്. ഇത് നമ്മൾ ഇവരുടെയൊക്കെ കഥകൾ കണ്ടല്ലോ. നമുക്ക് ഈ കഥകൾ തുടങ്ങാം. ഫസ്റ്റ് വാക്യൂം ട്യൂബ്, പിന്നെ അതിൽ നിന്ന് 1947 എത്തിയപ്പോൾ 00 വാക്യൂം ട്യൂബിൽ നിന്ന്, പിന്നെ ട്രാൻസിസ്റ്റർ 47, 58 ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. എൻ്റെ അമ്മോ, SSI 1960, പിന്നെ MSI ആയി, പിന്നെ LSI. എൻ്റെ അമ്മോ, 1975 4th ജനറേഷൻ VLSI, 1995 ULSI 5th ജനറേഷൻ. എൻ്റെ അമ്മോ, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്, SSI. പിന്നെ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനായി, പിന്നെ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. എൻ്റെ അമ്മോ, മോർ ദാൻ. എൻ്റെ അമ്മോ, വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് കണ്ടോ. എൻ്റെ അമ്മോ, അടുത്ത വാക്യൂം ട്യൂബ് സ്ലോ, എക്സ്പെൻസിബിൾ, ഫ്രെജിബിൾ. കണ്ട, ഫ്രജൈൽ. ദ ട്രാൻസിസ്റ്റേഴ്സ് മച്ച് സിംപ്ലർ, സ്മോളർ, മച്ച് ചീപ്പർ, മോർ റിലയബിൾ, നോ വാം അപ്പ്, മച്ച് ഫാസ്റ്റർ. കണ്ട, IC ചിപ്സിനെ പറ്റി. മിനിയേച്ചറൈസേഷൻ ആഡഡ് ടു ഓൾ ദ എക്സിസ്റ്റിംഗ് ബെനിഫിറ്റ്സ്, എനേബിൾഡ് അൺതോട്ട് ഓഫ് പോസിബിലിറ്റീസ്. എൻ്റെ അമ്മോ, അടുത്ത ഇൻ ഇൻഡസ്ട്രി ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റംസ്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്, മെഷർമെൻറ്റ് ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ്, ലൈറ്റിംഗ് സിസ്റ്റംസ്, ഓപ്പറേറ്റിംഗ് മെഷീൻസ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇലക്ട്രോണിക് റോബോട്ട്സ്. നമ്മൾ റോബോട്ട്സിനെയും പറ്റി പഠിക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, മെക്കാനിക്കലുകാർക്ക് റോബോട്ട്സിനെ പറ്റിയും പഠിക്കാറുണ്ട്, ഇലക്ട്രോണിക്സുകാർക്കും ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കലുകാർക്കും അത് എലക്റ്റീവായിട്ട് പഠിക്കാം, 3 ട്രേഡ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അൽഗോരിതം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട്. എൻ്റെ അമ്മോ, ഇനി ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ന്യൂ വേൾഡ് ഇൻ അവർ ഫിംഗർ ടിപ്സ്. ടെലിഫോണി, ഫാക്സ്, റേഡിയോ, മൊബൈൽ, കേബിൾ TV. ഇൻഫർമേഷൻ അപ്ഡേറ്റിംഗ് ഈസ് ഫാസ്റ്റ് ത്രൂ ഇൻ്റർനെറ്റ്, വീഡിയോ കോൺഫറൻസിങ്, ബ്ലൂടൂത്ത്. എൻ്റെ അമ്മോ, എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക് പ്ലെയേഴ്സ്, PAS. നമ്മളത് നേരത്തെ പഠിച്ചതാണ്, നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ. പക്ഷേ പിന്നെ ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്. എൻ്റെ അമ്മോ, ഇൻ മെഡിക്കൽ ഫീൽഡ്, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഡീൽസ് വിത്ത് ദ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ECG, EEG, ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. എൻ്റെ അമ്മോ, ഇലക്ട്രോണിക് സ്പിഗ്നോമാനോമീറ്റർ, ഹാർട്ട് ലങ് മെഷീൻ, ലേസർ ബേസ്ഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്കാനിങ് എക്യുപ്മെൻറ്റ്സ്, എക്സ്റേ, CT, MRI, അൾട്രാസൗണ്ട്, ന്യൂക്ലിയർ ഇമേജിംഗ്, PET, അസിസ്റ്റൻറ്റ് ക്ലിനിഷ്യൻസ് ഡയഗ്നോസ് ദ ഡിസീസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഇംപ്ലാന്റിംഗ്. എൻ്റെ അമ്മോ, ടെലിമെഡിസിൻ, പേഷ്യൻസ് ക്യാൻ കൺസൾട്ട് വിത്ത് ഡോക്ടർ വിർച്വലി. എൻ്റെ അമ്മോ, ഒരുപാട് ഇത് മെഡിക്കൽ ഫീൽഡിലും ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനാണ്.
അടുത്ത ഇൻസ്ട്രുമെൻറ്റേഷൻ. നമ്മൾ മെഷർമെൻറ്റ് ഡിവൈസസ് ലൈക്ക് CRO, സിഗ്നൽ ജനറേറ്റേഴ്സ്, സ്ട്രിങ്കേജ്. എൻ്റെ അമ്മോ, സ്ട്രിങ്കേജിനെ പറ്റി മെക്കാനിക്കൽ കാര്യം പഠിക്കും, ഇലക്ട്രോണിക്സ് കാര്യം പഠിക്കും. സിഗ്നൽ ജനറേറ്റേഴ്സ് ഇലക്ട്രിക്കൽ ആർക്കുള്ള, CRO ഈസി. എൻ്റെ അമ്മോ, സ്പീഡ് ഗവർണേഴ്സ് ഇൻ ട്രാഫിക് ലോ എൻഫോഴ്സ്മെൻറ്റ്. എൻ്റെ അമ്മോ, CCTV ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്. ഇൻ ഡിഫെൻസ്, റഡാർസ്, മിസൈൽസ്, റോക്കറ്റ് ലോഞ്ചിങ്, സൊണാർസ്. എൻ്റെ അമ്മോ, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസിലേക്ക് നമ്മൾ വീണ്ടും എത്തി. ആക്റ്റീവ് കമ്പോണൻസ് capable of amplifying or processing an electrical signal with the help of passive component. ആക്റ്റീവ് കമ്പോണൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ട്യൂബ് ടൈപ്പ്, സെമി കണ്ടക്ടർ ടൈപ്പ്. ഇനി നമുക്ക് ട്യൂബ് ടൈപ്പ് നോക്കാം. അപ്പോൾ രണ്ട് അണ്ണന്മാർ വന്നു, വാക്യൂം ട്യൂബും വന്ന് ഗ്യാസ് ട്യൂബും വന്നു. വാക്യൂം ട്യൂബിന് ഒരുപാട് കളികളുണ്ട്. വാക്യൂം ഡയോഡും ഉണ്ട്, വാക്യൂം ട്രയോഡും ഉണ്ട്, വാക്യൂം ടെട്രോയിഡും. അത് ആരും മറക്കല്ല ഈ മൂന്ന് ടൈപ്പ്. പിന്നെ ഗ്യാസ് ട്യൂബിന് ഒറ്റ ഒരുത്തനേ ഉള്ളൂ, ഗ്യാസ് ഡയോഡ് മാത്രം. സെമി കണ്ടക്ടറിന് മോസഫ്റ്റ്, BJT, FET, UJT. എൻ്റെ അമ്മോ, നമ്മൾ ഇവരെ എല്ലാം കടന്നിനി പാസീവ് കമ്പോണൻസിലേക്ക് എത്തി. പാസീവ് കമ്പോണൻസിന് നമുക്ക് പരിചയപ്പെടാം. ഹലോ, ദർ ആർ നോട്ട് കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈയിങ് ഓർ പ്രോസസിങ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ബൈ ദംസെൽസ്, ബട്ട് ആക്റ്റീവ് കമ്പോണൻസ് cannot do anything without the help of passive component. പാസീവ് കമ്പോണൻസ് മൂന്ന് പേരാണ്. റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇൻഡക്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ അമ്മോ, റെസിസ്റ്റേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റേഴ്സ് ആർ ദ ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ്ഡ് ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറൻറ്റ്. ഓംസ് ലോ ആരും മറക്കല്ലേ. Resistance is defined as the ratio of the voltage applied across a resistor terminal to the intensity of current formed in it. എൻ്റെ അമ്മോ, സിമ്പൽ തന്നിട്ടുണ്ട് റെസിസ്റ്റൻസിൻ്റെ, അത് വരയ്ക്കുക. റെപ്രസെൻറ്റഡ് ബൈ R. ഇനി അടുത്ത സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ടോളറൻസ് അലൗഡ് വേരിയേഷൻ റെസിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് നോർമൽ വാല്യൂ. എൻ്റെ അമ്മോ, ലാർജർ ദ ടോളറൻസ് മോർ ദ റെസിസ്റ്റൻറ്റ് വൈബ്രേഷൻ, സ്മോളർ ദ ടോളറൻസ് മോർ സ്റ്റേബിൾ റെസിസ്റ്റൻസ്. കോമൺ വേ ഓഫ് സ്പെസിഫൈയിങ് ദ റെസിസ്റ്റർ tolerance is in percentage. Example, a 100 ohm resistor with 10% tolerance means that its value can be fixed between 90 to 110 ohm. എൻ്റെ അമ്മോ, power rating defines the maximum amount of power that the resistor can withstand. When current flows through a resistor, heat is produced. The heat when in excess can damage the resistor. P is equal to I square R, V into I, V square by R. I is equal to current, R is equal to resistance, V equal voltage developed across. Maximum voltage kanda. In order to avoid material breakdown, a certain maximum voltage applied over resistor must not exceed. It depends on resistor physical length, distance to lead, material and coating. And operating temperature, the temperature that a resistor can continue to operate before being destroyed. Temperature coefficient, TC describes the relative change of resistor physical property that is associated with the given change in temperature. Positive TC, temperature increases, resistance also increases. Negative TC, temperature increases, resistance decreases. എൻ്റെ അമ്മോ, അടുത്ത് നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂസ്. എൻ്റെ അമ്മോ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂസ് ആർ derived by assigning a sufficient number of zeros or decimal points to these numbers: 10, 12, 15, 18, 22, 27, 33, 39, 47, 56, 68 അങ്ങനെ and 82. ഫോർ എക്സാമ്പിൾ 1.0 അങ്ങനെ അങ്ങ് പോവും. നമുക്കിനി കളർ കോഡിങ് നോക്കാം.
റെസിസ്റ്റർ കളർ കോഡ്. എൻ്റെ അമ്മ 4 ബാൻഡ് കളർ കണ്ട, 5 ബാൻഡ് കളർ കണ്ട, 6 ബാൻഡ് കളർ കണ്ട. നമുക്കൊന്ന് 4 ബാൻഡ് കളറിൽ വരുന്ന ഏതൊക്കെയാണെന്നോ. ഫസ്റ്റ് ബ്ലാക്ക്, 0, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, നമ്പർ കൊണ്ടാ അങ്ങനെ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയും നമ്മൾ? എൻ്റെ അമ്മോ, ഇനി അടുത്ത നമ്മളെ ചേട്ടനെ പരിചയപ്പെടാം. ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ്. എന്ത് ചെയ്യാം, നമ്മുടെ ചേട്ടനാണ്. നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. ഹായ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്നു. എ ഫിക്സഡ് റെസിസ്റ്റർ ഈസ് വൺ ഫോർ വിച്ച് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് സ്പെസിഫൈഡ് ആൻഡ് കനോട്ട് ബി വേരിഡ്. മേജർ ടൈപ്സ് ഓഫ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആർ carbon composition resistors, wire wound resistors, metal film resistors, carbon film resistors, film resistors, precision type resistor. കണ്ട നമ്മുടെ ആ റെസിസ്റ്റേഴ്സിൻ്റെ ഇത് നോക്കി വരെയാണ്. അത് മാന്യമായി ടെക്നിക്കൽ പ്രോബ്ലമാണ്. നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് സംഭവം. എന്തായാലും നമ്മൾ അത് കടന്നിരിക്കും, എന്തായാലും കടക്കും എന്നുള്ള ഉറപ്പാടെ നമ്മൾ വിജയത്തിലെത്തും. നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് എന്തെല്ലാം കളികളാ. എന്തെല്ലാം കളികൾ. എൻ ക്യാപ്പ് കണ്ട, വൈൻഡിങ്, ഇൻസുലേഷൻ, കോർ കണ്ടല്ലോ ഓരോ പാർട്സ്. ഇനി അടുത്ത കഥ നോക്കാം നമുക്ക്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. Resistive material used is composition of powdered carbon and an insulating material. Leads are made of tinned copper wires. Resistor is enclosed in a plastic case to prevent the entry of moisture other harmful contents. Characteristics. എൻ്റെ അമ്മോ, അവൈലബിൾ റെസിസ്റ്റൻസ് 1 ohm to 22 ohm. Tolerance range ±5% to ±20%. Power rating 0.1 watt to 2 watt. The size of the carbon composition resistors increases for high wattage rating in order to withstand the higher current and heat dissipation. Handle very low voltage and current. They are quite inexpensive. എൻ്റെ അമ്മോ, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സിനെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. The wire is wound around a ceramic, plastic, porcelain insulating cylindrical core. Metal resistance wire such as nichrome and manganese can be used. The ends of the wire are soldered to the two end caps attached to the end cores. The complete wire wound resistor is then coated with an insulating material such as baked enamel or powdered glass. The assembly after coating with the enamel is heated to develop a coating known as vitreous enamel. The coating is very smooth, gives mechanical prediction to the winding. It also helps conducting heat away from the unit very quickly. എൻ്റെ അമ്മോ, 1 ohm. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഡിസഡ്വാൻറ്റേജ് വന്നപ്പോൾ ലാർജ് സൈസായി, ഹൈ കോസ്റ്റായി, പുവർ. നമ്മൾ കണ്ടല്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം. ഇനി അടുത്ത കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ പരിചയപ്പെടുക. ആർ ഫോംഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ കാർബൺ ഫിലിം ഓവർ ആൻഡ് ഇൻസുലേറ്റിംഗ് കോർ.
helical groove is cut in to create a long narrow resistive. Thickness of helical groove the required resistance. Contact gaps are fitted on both ends with tinned copper wire. എൻ്റെ അമ്മോ ഈ പടം ഒന്ന് വരയ്ക്കണം കേട്ടാ. കാർബൺ ഫിലിം സെറാമിക് കരിയർ കോട്ടിങ് എല്ലാ എൻഡ് ക്യാപ്സ്. എൻ്റെ അമ്മോ വീണ്ടും എൻ്റെ അമ്മോ ഇതെല്ലാം ഒരു ബേസിക് കഥകളാണ്. എൻ്റെ അമ്മോ വേരിയബിൾ റെസിസ്റ്റേഴ്സ്, റിസൽസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ബൈപ്പാസ്. നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. മൈക്രോ കപ്പാസിറ്റർ അല്ല, നമ്മൾ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതിലേക്കാണ് പോകുന്നത്. എൻ്റെ അമ്മോ ഇനി ഡയോഡ്സിലേക്ക് കിടക്കാം. ഡയോഡ്സും എൻ്റെ അമ്മോ സെമി കണ്ടക്ടേഴ്സ്. energy level. Each orbit represents each energy level in an atom. Orbit energy level increases as the distance from the nucleus increases. Electrons in the outermost orbit is having higher energies. As the distance increases, the attraction of nucleus or the outermost electron reduces. Energy bands. എൻ്റെ അമ്മ എനർജി ബാൻഡ്സ്. നമുക്ക് തുടങ്ങാം എനർജി ബാൻഡ് ആയിട്ട് പരിചയപ്പെടാം. വെൻ ആറ്റം ബോണ്ട് ടുഗദർ ടു ഫോം എ സോളിഡ്, ദ ഇലക്ട്രോൺ ഇൻ എനി ഓർബിറ്റ് എ ക്യാൻ ഹാവ് range of energies due to the influence of neighboring atoms. The range of energies possessed by an electron in an solid is known as energy band. ഇത് definition പഠിച്ചോ? The range of energies possessed by an electron in an solid is known as energy band. എൻ്റെ അമ്മോ വാലൻസ് ബാൻഡ് വീണ്ടും വന്നു. നമ്മൾ വാലൻസ് ബാൻഡ് പരിചയപ്പെടുന്നതാണ്. The band which is occupied by the valence electron is known as valence band. Valence band has the electrons of the highest energy. എൻ്റെ അമ്മോ partially or completely filled electrons, never the empty. Valence electrons are loosely attached to the nucleus. എൻ്റെ അമ്മോ conduction band. A room temperature loosely attached electrons can move, called as free electron. The band which is occupied by the electrons who are responsible for conduction is known as conduction band. Partially filled or empty. എൻ്റെ അമ്മോ forbidden energy gap നോക്കാം. The gap between the condition band and valence band is called forbidden energy gap. An electron can be lifted from the valence band to the conduction band by applying an energy which is greater than forbidden energy gap. എൻ്റെ അമ്മോ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബേസ്ഡ് എനർജി നോക്കിയാലോ. നമുക്ക് ഇൻസുലേറ്റേഴ്സ് നോക്കാം. കണ്ടാ എനർജി ഉണ്ട് ഇത്ര കണ്ടക്ഷൻ ബാൻഡ്, ലാർജ് ഡിഫറൻസ് എനർജീസ് ബിറ്റ്വീൻ ടു ബാൻഡ്സ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇൻസുലേറ്ററിൽ വന്നു. എന്നിട്ട് അടുത്ത കണ്ടക്ടേഴ്സ്, ഓവർലാപ്പ് ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ്. എന്തായാലും കണ്ടക്ഷൻ വാലൻസ് ബാൻഡ്. എൻ്റെ അമ്മോ അടുത്ത സെമി കണ്ടക്ടർ ചേട്ടാ. ഹായ്. സ്മോൾ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ്. ഞങ്ങൾ അടുത്തടുത്ത് കുറച്ച് ദൂരേ ഉള്ളൂ. ഇൻസുലേറ്റേഴ്സ് വലിയ ദൂരത്തിൽ. അടുത്ത സെമി കണ്ടക്ടർ, ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. Electrical conductivity of a semiconductor increases with rise in temperature or by applying some electric field. Intrinsic semiconductor. A semiconductor in its pure form is called intrinsic semiconductor. The phenomenon of conduction in a semiconductor can be explained with the help of crystalline structure. When an atoms bond together to form molecules, each atom secure 8 electrons in the outermost shell to become stable. In the case of germanium and silicon, semiconductors have only 4 valence electrons.
only 4 valence electron. നമ്മുടെ ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു തുടങ്ങി. 4 വാലൻസ് ഇലക്ട്രോൺ. നമ്മുടെ ഈ ടെക്നിക്കൽ പ്രോബ്ലംസ് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞിരിക്കും, ഈ പോർഷൻ എനിക്ക് തീർത്തേ പറ്റുള്ളൂ. ആ ലക്ഷ്യത്തിലാളിയായിപ്പോൾ നമുക്ക് ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഒന്ന് പരിചയപ്പെട്ടു പോകും. എ സെമി കണ്ടക്ടർ in its pure form is called intrinsic semiconductor. The phenomenon of conduction in a semiconductor can be explained with the help of crystalline structure. When atoms bond together to form molecules, each atom secures 8 electrons in the outermost shell to become stable. In the case of germanium or silicon semiconductors, have only 4 valence electrons, so each atom requires 4 more electrons become stable, leads to formation of covalent bond by sharing electrons between neighboring atoms, thus forms the crystalline structure or of intrinsic semiconductor. കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സിലിക്കൺ ന്യൂക്ലിയസ് വാലൻസ് ഇലക്ട്രോൺ ഷെയർഡ് വാലൻസ് ഇലക്ട്രോൺ കണ്ട ഇങ്ങനെ വാലൻസ് ഇലക്ട്രോൺ. At absolute zero temperature, all the valence electrons are tightly bound to parent atom. No free electrons are available for conduction. Intrinsic semiconductor act as perfect insulator. Absolute zero temperature. At room temperature, bonds break down. Free electrons are available and conductivity increases. Shows negative temperature coefficient. Conduction of free electrons in intrinsic semiconductor. Concentration of holes. Concentration of free electrons is equal to concentration of holes in intrinsic semiconductor. Extrinsic semiconductor. A semiconductor in its impure form is called extrinsic semiconductor. Doping. അടുത്ത ഇമ്പ്യൂരിറ്റീസ് ദ പി ടൈപ്പും എൻ ടൈപ്പും ഉണ്ട്, നമ്മളവരെ മറക്കരുത്. ഡോപ്പിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോപ്പിംഗ് എന്നതിനെ പഠിക്കണം. മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോപ്പിംഗ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഇൻക്രീസ് കണ്ടക്ഷൻ ഈസ് നോൺ ആസ് ഡോപ്പിംഗ്. എ ഡോപ്ഡ് സെമി കണ്ടക്ടർ ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എൻ ടൈം ഇപ്പോൾ സെമി കണ്ടക്ടറെ നമുക്കൊന്നും വിളിക്കാം. Semiconductor formed by the doping pentavalent impurity atoms are known as N-type semiconductor. Pentavalent impurity atoms, phosphorus, arsenic, antimony, donor atoms, creates large number of free electrons in the semiconductor crystal. Whether a semiconductor is intrinsic or doped with impurity, it remains electrically neutral. ഡോണർ അയോൺ മെജോറിറ്റി കരിയേഴ്സ് ഹോൾസ് ഫോം ചെയ്യുന്ന എന്തെല്ലാം കളികൾ ജർമ്മേനിയത്തിൽ നമ്മൾ കണ്ടു. ഇനി അടുത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്കൊന്ന് പരിചയപ്പെടാം. സെമി കണ്ടക്ടർ ഫോംഡ് ബൈ ഡോപ്പിംഗ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആർ നോൺ ആസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ബോറോൺ, അലുമിനിയം, കാലിയം, acceptor atom creates a large number of holes in the semiconductor crystal. Acceptor ions, after accepting electrons, the impurity atom becomes negatively charged ion known as acceptor ions, which are immovable and do not contribute to the conduction of current p-type semiconductor. Current conduction is due to holes and electrons. Majority carriers, holes. Minority carrier, free electrons. Acceptor ion, നെഗറ്റീവ് ചാർജ്. മെജോറിറ്റി കാരിയറിൽ പോസിറ്റീവ് ആവും, മൈനോറിറ്റി നെഗറ്റീവ് ആവും. വീണ്ടും അക്സെപ്റ്റർ ആയാലും നെഗറ്റീവ് ചാർജ് വരും. അടുത്ത അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ഡോണർ ഓർ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. കണ്ടക്ടിവിറ്റി ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. പി എൻ ജംഗ്ഷൻ ഡയോഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബൈ ജോമിങ് പീസ് ഓഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ടു എ പീസ് ഓഫ് എൻ ടൈപ്പ്
semiconductor p-n junction diode is formed. It is basic building block of many semiconductor devices and is called semiconductor diode, p-n junction diode or crystal diode. Important characteristics of p-n junction is its availability, conduct current only in one direction, offers high resistance in other direction. p-n junction, no external voltage. The p region has holes, negatively charged impurity ions, acceptor ions. The n region has free electron, positively charged impurity ion, donor ion. Holes and electrons are mobile charge carriers while the ions are immobile. They are also minority carriers and that are thermally produced. As soon as the p-n junction formed, the following process happen. Holes from p side and diffuse into n side where they combine with the free electron. Free electron from n side diffuse into p side where they combine with the holes. The combining of holes electrons and depletes the holes in the p region, the electrons in the n region near the junction. The region in the p-n junction which contain solely the immobile ions devoid of free carriers is called depletion region, space charge region. Barrier potential. The immobile ions in the space charge region create an electric field that provides a force opposing the further diffusion of charge carriers. The electric field creates a potential difference across the junction which is called space charge potential. Barrier potential. Silicon 0.7 voltage, germanium 0.3 voltage. Thus in p-n junction without external bias, various voltage is developed across the junction, no current flow through the junction. എൻ്റെ അമ്മ വരച്ച് കളിക്കാനുള്ള ഫോർവേഡ് ബയസ്ഡായ ഇതാണ്. ഇതെല്ലാവരും ഒന്ന് വരയ്ക്കുക. പി ടൈപ്പ്, എൻ ടൈപ്പ് എല്ലാം പറഞ്ഞത് കിടപ്പുണ്ട്. ഫോർവേഡ് p-n junction. Forward biased condition when the positive terminal of a voltage source is connected to the p region and negative terminal to the n region. All which are repelled from the positive terminal of the source move towards the junction. Electrons which are repelled from the negative terminals of the battery move towards the junction. Because of the acquired energy, some of the holes and electrons penetrate into the depletion region and recombine themselves. This reduces the width as well as barrier potential. More majority carriers diffuse across the junction and hence a large current flows through the p-n junction. The junction offers less resistance to the current flow. Magnitude of the current flow depends on the applied voltage. റിവേഴ്സ് ബയസ്ഡ് ഡിപ്ലീഷൻ റീജിയൻ കാണിക്കുന്നുണ്ട്. ഈ പടം നിങ്ങൾ വരച്ച് പഠിക്കുക. നമുക്കൊന്ന് റിവേഴ്സ് ബയസിനെ പറ്റി ഒന്ന് സംസാരിക്കാം. If a voltage source is connected across a p-n junction such that the positive terminal of the voltage source is connected n region negative to the p region. Holes in the p region are attracted towards the negative terminal of the voltage source. Electrons in the n region are attached towards positive terminal. Thus the majority carriers from the junction. This widens and the depletion region increases
the barrier potential. Reverse saturation current increases with increase in temperature. BA characteristics of a PN junction diode. The performance of a PN junction diode when connected in an electric current is obtained from SVI characteristic. It is a graph between the voltage applied across the terminals of the PN junction, the current flowing through it. The graph has two parts, namely forward characteristic, reverse characteristics. The forward characteristics നമുക്ക് നോക്കാം. The circuit obtain forward characteristics. Diode voltage ഇങ്ങനെ കുറേ കാര്യങ്ങൾ റെസിസ്റ്റൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദാ ഫോർവേഡ് കറണ്ട്, ഫോർവേഡ് വോൾട്ടേജ്. ഈ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ വെച്ച് അതങ്ങ് വരച്ചിടുക, കാണാതെ വരച്ച് ഈ ഗ്രാഫ് പഠിക്കുക. ഇനി അടുത്ത നമുക്ക് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക് നോക്കാം. The diode is connected to a variable DC source, Vs and resistance R. The purpose of R is limit the current through the diode so that the diode will not be damaged due to flow of excessive current. Voltage is gradually increased in small steps. The corresponding values diode current is noted. The diode does not conduct until the external voltage overcomes the barrier potential. The voltage at which the current starts to increase rapidly is called cut-in knee voltage. The knee voltage may be obtained from the forward characteristic by extending the curve backwards till it meets the horizontal axis. Applied voltage should not increase beyond a certain safe limit, otherwise the diode will be damaged. Reverse characteristic. When the applied reverse voltage below a certain voltage breakdown, the diode current is very small, remain constant. When the reverse voltage is increased to a sufficiently large value, the diode reverse current increases rapidly. The applied reverse voltage at which sharp increase in the current takes place is called breakdown voltage. The circuit to obtain characteristics. ഈ പടം അങ്ങ് വരയ്ക്കുക എല്ലാവരും. ഗ്രാഫ് ഇങ്ങനെ വന്നു, റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് കറണ്ട്. ഈ താഴെക്കൂടി എൻ്റെ അമ്മോ. അടുത്ത ഗ്രാഫ് ഫോർവേഡ് കറണ്ടും റിവേഴ്സ് കറണ്ടും ഫൈനലോട്ടും റിവേഴ്സ് വോൾട്ടേജ്, ഫോർവേഡ് വോൾട്ടേജ്. ഇങ്ങനെ ഒരു ഗ്രാഫ് പോയി. അടുത്ത ഇങ്ങനെ ഓരോ ഗ്രാഫും വോൾട്ട് ആംബിയർ ഗ്രാഫ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. റിവേഴ്സ് ഇത് കുറേ ഇമ്പോർട്ടൻ്റ് കുറേ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈ നോട്ടിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറഞ്ഞു. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ, ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഇനി നമുക്ക് അടുത്ത ഡയോഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ടോപ്പിക് എടുക്കാൻ പോകുന്നത് ഇതൊരു വലിയ ടോപ്പിക്സാണ്, ശൃംഖലയാണ്. ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബേസിക്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി കാണണം. ഈ ഗ്രാഫ്സ് എല്ലാം വരച്ച് പഠിക്കണം. നമുക്ക് സെനർ ബ്രേക്ക് ഡൗൺ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വെൻ ദ റിവേഴ്സ് ബയസ് ഈസ് increased, the electric field at the junction also increases. High electric field causes the covalent bonds to break. Thus a large number of carriers are generated and this causes a large current to flow. The mechanism is called Zener breakdown. Avalanche breakdown. As we increase the reverse voltage applied, the minority carriers tend to accelerate, thereby increasing the kinetic energy associated with them. While traveling, these accelerated minority carriers will collide with the stationary atom and impart some of the kinetic energy to the valence electrons present in the
covalent bond. Due to this additionally acquired energy, and these valence electrons will break their covalent bonds and they jump into the conduction band to become free for conduction. Now these newly generated free electrons will be accelerated. They will knock out some more valence electrons by means of collision, carrier multiplication. Bipolar junction transistor. Transistor main block of element of modern electronic devices. To measure BJT current conduction due to flow, both electrons and holes. FET current conduction is due to only one type, carries either electron or holes. NPN, PNP ട്രാൻസിസ്റ്റേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരച്ചെല്ലാവരും പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കും. എൻ്റെ അമ്മ ഓരോ കാര്യങ്ങൾ. ഓപ്പറേഷൻ ഓഫ് ബി ജെ ടി കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. കോൺഫിഗറേഷൻ ഓഫ് ബേസ് കോൺഫിഗറേഷനുണ്ട്. CB കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ നോക്കുക. ബേസ് ടെർമിനൽ ഈസ് കോമൺ ടു ബോത്ത് the input and output signals. Input is applied between emitter and base terminals. Output is taken collector and base terminals. കണ്ട ഗ്രൗണ്ട് ബേസ് since the base is grounded. ഈ രണ്ട് പടങ്ങൾ വരയ്ക്കുക എല്ലാവരും. കണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നു. കണ്ട ഇങ്ങനെ വന്നു. ഈ പടങ്ങൾ വരച്ച ശേഷം അടുത്ത ഈ പടവും കൂടി ഒന്ന് വരയ്ക്കുക. നമ്മൾ വരച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ കറണ്ട് ഗെയിൻ സർക്യൂട്ട് ഇതിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞു. കറണ്ട് ഗെയിൻ ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് ടു ഇൻപുട്ട് കറണ്ട്. CB കോൺഫിഗറേഷൻ ഇൻപുട്ട് കറണ്ട് I, ഔട്ട്പുട്ട് കറണ്ട് ഈസ് IC. കോമൺ ബേസ് DC കറണ്ട് ഗെയിൻ its value is closely unity. It means collector current is almost equal to emitter current. Alpha is equal to IC by E. Common base current AC current gain, also known as common base short circuit current gain. Delta IC divided alpha AC is equal to delta IC divided by delta E. VCB is equal to constant. എൻ്റെ അമ്മോ അത് കഴിഞ്ഞു. അടുത്തത് for the practical cases we takes alpha AC is equal to alpha DC. CE configuration of transistor. Emitter terminal is common to both the input and the output signals. IP between base and emitter. Output between collector and emitter. Also known as grounded emitter configuration since emitter terminal is grounded. Current gain in CE. എൻ്റെ അമ്മോ കറണ്ട് ഗെയിൻ ഇൻ CE. കണ്ട ഓരോ ഇക്വേഷൻസ് കൊടുത്തേക്കുന്നുണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിങ്ങനെ ഓരോ പരിപാടികളായി കൊടുത്ത് ഇപ്പോൾ നമ്മൾ തീരാറായി. ഏകദേശം നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞ് തുടങ്ങാം. Common base current gain delta IC divided by delta I, alpha AC, VCB constant. എന്തെല്ലാം കാര്യങ്ങൾ. ഇനി CE configuration of transistor. Emitter terminal is common to both input and the output signal. Input between base and emitter. Output between collector and emitter. Also known as grounded emitter configuration since emitter terminal is grounded. ഈ പടങ്ങൾ കണ്ട ഇതങ്ങ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പടങ്ങൾ വരയ്ക്കുക എല്ലാവരും. കറണ്ട് ഗെയിൻ C. ബേസ് കറണ്ട് ഈസ് ദ ഇൻപുട്ട് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട്.
Current gain is the ratio of collector current to base current. എൻ്റെ അമ്മോ, കോമൺ എമിറ്റർ ഡി സി കറണ്ട് ഗെയിൻ defined as the ratio of collector current to base current. It is denoted by beta DC or beta. Collector current of a transistor is much greater than base current. Range of value of beta varies typically from 20 to 500. Beta is equal to IC by IB. Common emitter as current gain, defined as the ratio of change in the collector current to change in the base current for a constant collector to emitter voltage. It is denoted by beta AC. It is also called CE short circuit current gain or small signal CE current gain. For practical cases, beta AC equal to beta AC. Beta is equal to delta IC by delta IB. നമുക്ക് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ, ആൽഫ ഡി സി ആൻഡ് ബീറ്റ ഡി സി നോക്കാം. ഫോർ ആൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. എൻ്റെ അമ്മോ, ഡിവൈഡിങ് ഈച്ച് ടേം ഐ സി, ഐ ഇ ബൈ ഐ സി, ഐ ബി ബൈ ഐ സി പ്ലസ് ഐ സി ബൈ ഐ സി. എൻ്റെ അമ്മോ, ഐ ഇ ബൈ ഐ സി ഈക്വൽ ഐ ഇ divide IB by IC plus 1. 1 by alpha DC equal 1 by beta DC plus 1. പുതിയൊരു ഇക്വേഷൻ നമുക്കൊന്ന് മനസ്സിലായാലേ ഈ കഥകൾ. 1 by alpha DC is equal to 1 plus beta DC divided by beta DC. എൻ്റെ അമ്മ, ആൽഫ ഡി സി ഇട്ട് കഴിഞ്ഞാൽ ബീറ്റ ഡി സി ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഡി സി. എൻ്റെ അമ്മ, അതേപോലെ ബീറ്റ ഡി സി ഈക്വൽ ടു ആൽഫ ഡി സി ബൈ 1 മൈനസ് ആൽഫ ഡി സി. കണ്ടല്ലോ, എല്ലാം കണ്ടല്ലോ, നമ്മൾ വിചാരിച്ചതിനപ്പുറം. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കളക്ടർ ടെർമിനൽസ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഐ പി ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ഔട്ട്പുട്ട് ബിറ്റ്വീൻ emitter and collector, also known as emitter follower. Input current is the base current, the output current is emitter current. Current gain in CC. Current gain gamma is equal to IE by IB. Relation between alpha, beta and gamma. Alpha is equal to beta plus 1. Alpha is equal to 1 by 1 minus alpha. The CC configuration has very high input resistance and very low output resistance. The voltage gain is always less than unity. The circuit is primarily used for impedance or matching, for dividing a low impedance load from high impedance source. Transfer characteristics useful for studying behavior of transistor. They relate transistor current and voltages. Two types: input and output characteristic. Input characteristic, input voltage versus input current. Output voltage, output characteristic, output voltage versus output current. എൻ്റെ അമ്മോ, തീരാറായി. ഇത് കുറച്ചുകൂടി ഇനിയുണ്ട്. നമുക്ക് ആ ലാസ്റ്റത്തെ കമ്പാരിസൺ നോക്കാം. ഇതാ കമ്പാരിസണിൽ കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ എബൌട്ട് 100 ohm. കോമൺ എമിറ്ററിൽ വരുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ ആണ്. മറ്റേ 750 ohm വരും. മറ്റേ ഇവിടെ വെരി ഹൈ, അബൌട്ട് 750 ohm. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ എപ്പുറം വരുമ്പോൾ കോമൺ കളക്ടർ വരുമ്പോൾ ലോ ആവും. വോൾട്ടേജ് ഗെയിൻ എബൌട്ട് 150, അട്ടയിൽ എബൌട്ട് 500, ലെസ് ദാൻ 1 കോമൺ കളക്ടറിൽ. ആപ്ലിക്കേഷൻ ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. മറ്റേതിൽ കോമൺ എമിറ്ററിൽ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. മറ്റേതിൽ ഫോർ ഇംപെഡൻസ് മാച്ചിങ്. കറണ്ട് ഗെയിൻ നോ. ഇപ്പുറത്ത് ഹൈ, അപ്പുറത്ത് അപ്രീഷ്യബിൾ. ഇതോടുകൂടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കണം. ഇതാ ഈ ഗ്രാഫ് സി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമ്മൾ വിചാരിച്ച പോലെ
ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ വിജയകരമായി തീർത്തു. നമ്മൾ വിചാരിച്ച പോലെ തീർത്തിട്ടുണ്ട്.